പച്ചടിയും കിച്ചടിയും അവിയലുമൊക്കെയായി. ഇനി ഒരു മധുരമായാലോ? ഓണം സ്പെഷ്യൽ സദ്യ റെസിപ്പി സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡിൽ നമുക്കിന്നൊരു പായസം റെസിപ്പി ആയാലോ? സദ്യക്ക് ഈ പായസം അങ്ങനെ വിളമ്പാറില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ അമ്പലങ്ങളിൽ ഭഗവാന് നൈവേദ്യമായിട്ട് കൊടുക്കുന്ന ഒരു പായസമാണ് ഇന്നത്തേത്. അമ്പലപ്പായസമെന്നോ നെയ്പായസമെന്നോ ഒക്കെ നമുക്കിതിനെ പറയാം. ഭഗവാന് നൈവേദ്യമായി കൊടുത്തതിന് ശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും അമ്പലത്തിൽ നിന്ന് ഈ പായസം ഒരു വാഴയുടെ ഇലയിൽ കുറച്ച് തുളസിപ്പൂവും തെച്ചിപ്പൂവും ഒക്കെ ഇട്ട് നൈവേദ്യിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ടുവരും. നല്ല ശർക്കരയും ഏലക്കയുടെയും പിന്നെ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട ഒരു പായസം. അതിനൊരു പ്രത്യേക രുചിയാണ്. കൂടെ നേദിച്ച കദളിപ്പഴവും കാണും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് നെയ്പായസമാണ്. വേഗം തന്നെ നമുക്ക് റെസിപ്പി കണ്ടാലോ? വലിയ റെസിപ്പി ആയിട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല ഉണക്കലരി അല്ലെങ്കിൽ പായസം അരി നല്ലതുപോലെ കഴുകി ഒരു കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഉരുളിയിലിട്ട് വേവിച്ചാലും മതി. ഞാൻ കുക്കറിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തതാണ് നമ്മുടെ ഈ പായസ അരി. കൂടെ കുറച്ചധികം ശർക്കര, അല്പം വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കി വയ്ക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ശർക്കരയും വേവിച്ചെടുത്ത പായസ അരിയും. ഇനി നമുക്കൊരു ഉരുളിയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രമോ വെച്ച് അതിലേക്ക് നമ്മൾ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിള വന്നാൽ അതിലേക്ക് ഒരൽപ്പം നെയ്യ് ഒഴിച്ച് വീണ്ടും ഒന്ന് ഇളക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന പായസമരി കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ശർക്കര പാനിയും അരിയും ഒക്കെ നന്നായി മിക്സായി വരണം. കൈവിടാതെ കുറേ നേരം നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഓരോ തവണ ഇളക്കുമ്പോഴും കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് യോജിച്ച് കുറുകി വരണം. എന്നാലേ ആ ഒരു രുചി ഉണ്ടാവുകയുള്ളൂ. കുറച്ചധിക സമയം ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ ശർക്കര പാനിയും നമ്മുടെ വേവിച്ച അരിയുമൊക്കെ ഒന്നായി ഒരു നറുമണം വരും. അപ്പോഴേക്കും കുറച്ച് നെയ്യും കൂടെ ഏലക്കയും ചുക്കും പൊടിച്ചതും ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. കൈവിടാതെ ഇളക്കണം കേട്ടോ, ഇല്ലെങ്കിലിത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ അതിന് വേറൊരു രുചിയായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ താളിപ്പിടാം. താളിപ്പ് നമ്മുടെ കറികളിൽ ചെയ്യുന്ന താളിപ്പല്ല കേട്ടോ. നെയ്യ് കൊണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്ത് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഇടാം. അതിനായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് ചൂടാക്കി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാപ്പൂള് കുഞ്ഞായി അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. എനിക്ക് തേങ്ങാപ്പൂള് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഞാനിവിടെ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ഇട്ട് കിട്ടുമെങ്കിൽ കുറച്ച് തുളസിയിലയോ തെച്ചിപ്പൂവോ ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് ഇളക്കി വയ്ക്കാം. അങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീലാണ്. അമ്പലത്തിൽ നിന്ന് വാഴയിലയിൽ പൊതിഞ്ഞ് കിട്ടുന്ന നെയ്പായസത്തിൽ ഇതെല്ലാം ഉണ്ടാകും, കൂടെ ഒരു കദളിപ്പഴവും. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടാനായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പായസം അപ്പോൾ റെഡിയായി. ഇനി ഒരു പാട്ടായാലോ? കുറച്ച് നേരമായില്ലേ, ഞാൻ തന്നെ സംസാരിക്കുന്നു. கோகிலமே நீ குரல் கொடுத்தால் உன்னை கும்பிட்டு கண்ணடைப்பேன். கோபுரமே உன்னை சாய்ந்து வைக்க உன் கூந்தலில் மீன் பிடிப்பேன். வெண்ணிலவே உன்னை தூங்க வைக்க உந்தன் விரல் கொடுப்பேன். வருது வரும் பூங்காற்றையெல்லாம் கொஞ்சம் அடிக்கடி அனுப்பி வைக்கேன். ഈ വാഴയില തുറന്ന് നമുക്ക് കുറച്ച് പായസം കഴിച്ചാലോ? അപ്പോൾ 9ാമത്തെ എപ്പിസോഡായ നെയ്പായസം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ
എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഞാൻ പഴവും കൂട്ടി പായസം കഴിക്കട്ടെ.